ഗവർണറും അംഗീകരിച്ചു, ഗണേശേട്ടന്റെ ഷെറിൻ ജയിൽ മോചിതയാകുന്നു. അങ്ങനെ ചെങ്ങന്നൂർ ഭാസ്കരക്കാരന വധക്കേസിൽ 14 വർഷം ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ഷെറിൻ ജയിൽ മോചിതയാക്കുകയാണ്. സർക്കാരിന്റെ ശുപാർശ ഗവർണറും അംഗീകരിച്ചതോടുകൂടിയാണ് ഷെറിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നത്. സർക്കാരിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അംഗീകരിച്ചതോടുകൂടിയാണ് ഷെറിന് മോചനം സാധ്യമാകുന്നത്. മാനുഷിക പരിഗണന, കുടുംബിനി എന്നീ പരിഗണനകളിലാണ് ഇളവ് നൽകിയത്. വിട്ടയക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ സർക്കാർ ഷെറിനെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഗവർണർ സർക്കാരിന്റെ പട്ടിക തിരിച്ചയച്ചിരുന്നു. ഷെറിനടക്കം 11 പേർക്കായിരുന്നു ശിക്ഷാ ഇളവ് നൽകിയിരുന്നത്. ഷെറിനെ പുറത്തുവിടുവാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ളവരെയും ലിസ്റ്റിൽ കയറ്റിയത് എന്ന് വ്യക്തം. ഷെറിന് അടിക്കടി പരോൾ കിട്ടിയതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടാക്കിയതും ഉന്നത ഉദ്യോഗസ്ഥരുമായി അവിഹിത ബന്ധം പുലർത്തിയതും അവർ വഴിവിട്ട് ഷെറിനെ സഹായിച്ചതുമെല്ലാം പുറത്തു വന്നതോടുകൂടിയാണ് നേരത്തെയുള്ള ജയിൽ മോചനത്തിന് തിരിച്ചടിയായത്. സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ഷെറിൻ ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചതും തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും തിടുക്കത്തിൽ ഫയൽ ചെയ്യുകയായിരുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് 14 വർഷം പൂർത്തിയാക്കി എന്ന് കാണിച്ചാണ് ഷെറിനെ മോചിപ്പിക്കുന്നത്. 24 വർഷത്തിലടക്കം പൂർത്തിയായവർ ജയിലിൽ കിടക്കുമ്പോഴാണ് ഷെറിനെ തിടുക്കപ്പെട്ട് കുടുംബിനിയാണ്, പ്രായക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഇളവ് നൽകി പുറത്തിറക്കുന്നത്. 2009 ഭർത്തൃപിതാവായ ഭാസ്കരക്കാരനവരെ ഷെറിനും മറ്റു 3 പ്രതികളും ചേർന്ന് വീടിനുള്ളിൽ കൊലപ്പെടുത്തിയത്. മദ്യപിച്ച് വഴക്കുണ്ടാക്കി അയൽക്കാരെയും ബന്ധുക്കളെയും അപായപ്പെടുത്തിയ 2 കേസുകളിൽപ്പെട്ടവരാണ് ശിക്ഷാ ഇളവ് ലഭിച്ച മറ്റു 10 പേർ. മലപ്പുറത്തും തിരുവനന്തപുരത്തും ഉണ്ടായ ഈ കേസുകളിൽ 5 വീതം പ്രതികളാണ് ഉള്ളത്. മസാല ദോശ വേണം, ബിരിയാണി വേണമെന്നെല്ലാം ഷെറിൻ ഉദ്യോഗസ്ഥരോട് പറയും. തൊട്ടു പിന്നാലെ അതെല്ലാം ഉദ്യോഗസ്ഥർ ജയിലിൽ എത്തിച്ചു കൊടുക്കും. മന്ത്രി ഗണേഷിന്റെ സഹായികളായിരുന്നു പരോളിൽ ഇറങ്ങുന്ന സമയത്ത് ഷെറിനെ കാറിൽ വന്ന് കൊണ്ടുപോകുന്നത്. ബോബി ചെമ്മണ്ണൂരിനെയൊക്കെ ജയിലിൽ വഴിവിട്ട് സഹായം ചെയ്തതിന് ഉദ്യോഗസ്ഥർക്കെതിരെ എത്ര വേഗത്തിലായിരുന്നു നടപടിയെടുത്തത്. എന്നാൽ ഷെറിന് സഹായം ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണ് നടപടിയെടുക്കാത്തത്? ഇത്ര പെട്ടെന്ന് മന്ത്രിസഭയൊക്കെ ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തി തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഷെറിന്റെ സഹതടവുകാരിയായിരുന്ന സുനിത നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആ വിവാദങ്ങളെയെല്ലാം മറികടന്ന് ഇപ്പോൾ ഇതാ ഗവർണർ അടക്കം ഷെറിന് പുറത്തിറങ്ങുവാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഷെറിന്റെ ജയിലിലെ VVIP പരിവേഷം കണ്ടാണ് കഷായം ഗ്രീഷ്മ തന്റെ വിധി പ്രസ്താവത്തിന് തൊട്ടുമുമ്പ് പറഞ്ഞത്, കൂടിപ്പോയാൽ ഒരു 12 കൊല്ലം, അതെല്ലാം ഞാൻ പൂർത്തിയാക്കി പെട്ടെന്ന് പുറത്തിറങ്ങി അടിപൊളിയായി ജീവിക്കും എന്ന്. അമ്മായിയപ്പനെ കൊലപ്പെടുത്തിയ മരുമകൾക്ക് ലഭിച്ച ആ താരപരിവേഷവും ജയിലിലെ സുഖജീവിതവും പെട്ടെന്നുള്ള ജയിൽ മോചനവും പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.